ചില ഹദീസിൽ പറയുന്നത് ഇത് ഇങ്ങനെ പറഞ്ഞത് മറ്റേ ഹഫ്സയാണെന്നോ അല്ലെങ്കിൽ ഉമ്മു സലമയാണ് പറഞ്ഞത് എന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും ഉമ്മു സലമയോ അസ്മയോ വേറെ ഏതോ ഒരു സ്ത്രീയോ ഒക്കെ കൂടെ നബിന്റെ അടുത്ത് ചെന്നിട്ട് കംപ്ലൈന്റ് പറഞ്ഞു. എന്താ കംപ്ലൈന്റ് പറഞ്ഞത്? നിങ്ങളെ കിതാബിൽ നിങ്ങളെ വഹീന്റെ കൂട്ടത്തില് എല്ലാത്തിലും ആണുങ്ങളെ കാര്യം മാത്രമേ പറയുന്നുള്ളല്ലോ. ഹാസ് എനിത്തിങ് ഫ്രം ദ ഖുർആൻ ബീൻ റിവീൽഡ് അബൌട്ട് us? ഞങ്ങൾ പെണ്ണുങ്ങളെ പറ്റി ഒന്നും പറയുന്നില്ലല്ലോ എന്ന് പരാതി പറഞ്ഞു. അപ്പൊ ദാ കിടക്കണ പുട്ടിച്ച പുട്ടുപ്പതും എന്നുള്ള രീതിയിൽ ഒറ്റ ആയത്താണ്ട് ഇറങ്ങിക്കൊടുത്തു. എന്താണ്? പുരുഷന്മാർ അള്ളാഹുവിനെ കീഴ്പ്പെടുന്നവരെ ഇന്നമൽ മുസ്ലിമൂന വൽ മുസ്ലിമാത്ത് എന്ന് പറഞ്ഞിട്ട് തുടങ്ങി. മുസ്ലിങ്ങളായ പുരുഷന്മാരും മുസ്ലിങ്ങളായ സ്ത്രീകളും വിശ്വാസികളായ പുരുഷന്മാരും വിശ്വാസികളായ സ്ത്രീകളും ഭക്തിയുള്ളവരായ പുരുഷന്മാരും സ്ത്രീകളും സത്യസന്ധരായ പുരുഷന്മാരെ സ്ത്രീകളെ ക്ഷമാശീലരായ പുരുഷന്മാരെ സ്ത്രീകളെ വിനീതരായ പുരുഷന്മാരെ സ്ത്രീകളെ ദാനം ചെയ്യുന്നവരായ പുരുഷന്മാരെ സ്ത്രീകളെ വ്രതമനുഷ്ഠിക്കുന്നവരായ പുരുഷന്മാരെ സ്ത്രീകളെ തങ്ങളുടെ ഗുഹ്യാവയവങ്ങൾ കാത്തുസൂക്ഷിക്കുന്നവരായ പുരുഷന്മാരെ സ്ത്രീകളെ ധാരാളമായി അള്ളാഹുവെ ഓർമ്മിക്കുന്നവരായ പുരുഷന്മാരെ സ്ത്രീകളെ ഇവർക്കെല്ലാവർക്കും തീർച്ചയായും അള്ളാഹു പാപമോചനം മഹത്തായ പ്രതിഫലവും ഒരുക്കി വെക്കുന്നതാണ്. അപ്പൊ പെണ്ണുങ്ങളെ പറ്റി ഒന്നും പറയണില്ല എന്ന് കംപ്ലൈന്റ് തീർക്കാൻ വേണ്ടി പൊടുപ്പതും പെണ്ണുങ്ങളെ കൂട്ടിയിട്ടാണ് പറഞ്ഞ ഒരായത്താണിത്. അപ്പൊ അള്ളാഹു ഇതൊക്കെ പെണ്ണുങ്ങൾ പറഞ്ഞു കൊടുത്തപ്പോഴാണ് പെണ്ണുങ്ങളെ പറ്റി പറയണം എന്നുള്ളത് അള്ളാഹുവിന് ഓർമ്മ വരുന്നത് എന്ന് കരുതുന്നതിനേക്കാൾ നല്ലത് മുഹമ്മദിന് ഓർമ്മ വന്നത് അപ്പോഴാണ് എന്ന് വിചാരിക്കുന്നതല്ലേ? അതല്ലേ അതിന്റെ യുക്തി? ഇതാണ് എന്റെ സംശയം. മുഹമ്മദ് നബിയുടെ വീട്ടില് ഒരുപാട് കുടുംബ വഴക്കുകൾ ഉണ്ടായിരുന്നു എന്നാണ് ചരിത്ര പുസ്തകങ്ങളൊക്കെ പറയുന്നത്. നബിയുടെ ഭാര്യമാര് തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങളും വഴക്കുകളും വക്കാണോ പിഞ്ഞാണോ ഉടക്കലും അടിയും പിടിയും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. വിശദമായിട്ട് കിതാബുകളിൽ പറയുന്നുണ്ടാവും. അസ്രത്ത് ആയിഷ എന്ന് പറയുന്നിട്ട് ആ ആയിഷയുടെ മാത്രം ഒരു ചരിത്ര പുസ്തകമുണ്ട്, മലയാളത്തിൽ കിട്ടും അത്. ആ പുസ്തകത്തില് ഈ വഴക്കിന്റെ എല്ലാം വിശദീകരണങ്ങൾ കാണാം. അങ്ങനെയുള്ള വഴക്ക് കൂടുമ്പോ ആ വഴക്കിന്റെ ഇടയിൽ നട്ടം തിരിഞ്ഞ് അള്ളാഹു ഒരുപാട് ഇടങ്ങേറായിരുന്നതായിട്ട് ഖുർആനിൽ കാണാം. എന്താണ്? ഓ നബിയെ, നീ എന്തിനാണ് നിന്റെ ഭാര്യമാരുടെ പ്രീതി തേടിക്കൊണ്ട് അള്ളാഹു അനുവദിച്ചു തന്നത് നിഷിദ്ധമാക്കുന്നത്? അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു. ഇതിന്റെ സന്ദർഭം വാക്കിദി തഫ്സീറിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ആയിഷയുടെ ഊഴമായിരുന്ന ഒരു ദിവസം നബി ഹഫ്സയുടെ വീട്ടിൽ പോയി. അപ്പൊ ഹഫ്സ അവിടെ ഉണ്ടായിരുന്നില്ല. മുറി ഒഴിഞ്ഞു കിടക്കുന്ന സമയത്ത് ആ മുറിയിലേക്ക് മാരിയത്തുൽ കിപ്തിയ എന്ന വെപ്പാട്ടി പെണ്ണിനെ വിളിച്ചു വരുത്തി നബി അവരുമായി ബന്ധപ്പെട്ടു. ഹഫ്സ തിരിച്ചു വന്നപ്പോ അത് കണ്ടു. അത് കണ്ടപ്പോ ഹഫ്സ ചൂടായി എന്തൊക്കെയോ പറഞ്ഞു. അങ്ങനെ ചൂടായപ്പോ നബി പ്രതിജ്ഞ ചെയ്തു, ഇനി മേലാൽ ഞാൻ അങ്ങനെ ചെയ്യൂല എന്ന് പ്രതിജ്ഞ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് സംഭവം. അങ്ങനെ ഇത് വാക്കിദി തഫ്സീറിലുണ്ടാണ്. ഇത് വാക്കിദി തഫ്സീറിന് ഞാൻ നേരിട്ട് ചെയ്തതാണ്. ഇത് വാക്കിദിയിൽ മാത്രമല്ല, ജലാലൈനിലും തബരിയിലും പ്രധാനപ്പെട്ട എല്ലാ തഫ്സീറുകളിലും ഈ കഥ പറയുന്നുണ്ട്. ഈ കഥയോടൊപ്പം തന്നെ ഒരു തേൻ കുടിച്ച വേറെ കഥ രണ്ടാമതായിട്ടും പറയുന്നത്. ഒന്നാമത് ഇതാണ് പറയുന്നത്, തേൻ കുടിച്ച കഥ രണ്ടാമതാണ് പറയുന്നത്. എന്തായാലും അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിലാണ് നബിയെ ഭാര്യമാരുടെ പ്രീതി കാംക്ഷിച്ചുകൊണ്ട് നിനക്ക് ഞാൻ അനുവദിച്ചു തന്നത് നിഷിദ്ധമാക്കുന്നത് എന്തിനെന്ന് പറഞ്ഞിട്ട് അള്ളാഹ് ചീത്ത പറയുന്നത്. കാരണം ഇനി അള്ളാഹ് അനുവദിച്ചു കൊടുത്തതാണ് ഈ വെപ്പാട്ടി സ്ത്രീയെയും മറ്റു ഭാര്യമാരെയൊക്കെ. അതിന് ഭാര്യമാരുടെ തൃപ്തിക്ക് വേണ്ടിയിട്ട് അതിന് പ്രത്യേകം ഞാൻ ഇനി അങ്ങനെ ചെയ്യൂല എന്നൊന്നും പറഞ്ഞ് പ്രതിജ്ഞ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് അള്ളാഹ് പറഞ്ഞു കൊടുക്കുകയാണ് നബിക്ക് എന്ന് നബീന്റെ നാവിൽ കൂടെ തന്നെ അള്ളാഹ് പറയുക. രണ്ടാമതായി വന്നിട്ടുള്ള വാക്യം ഇതാണ്: നിങ്ങളുടെ ശപഥങ്ങൾക്ക് പരിഹാരം അള്ളാഹു നിങ്ങൾക്ക് നിയമമാക്കി തന്നിരിക്കുന്നു. അള്ളാഹു നിങ്ങളുടെ യജമാനനാകുന്നു, അവനത്രേ സർവജ്ഞനും. നബി അദ്ദേഹത്തിന്റെ ഭാര്യമാരിൽ ഇനി വേറെ ഒരായത്ത് നോക്കാം. നബി അദ്ദേഹത്തിന്റെ ഭാര്യമാരിൽ ഒരാളോട് ഒരു വർത്തമാനം രഹസ്യമായി പറഞ്ഞ സന്ദർഭം, എന്നിട്ട് ആ ഭാര്യ അത് മറ്റൊരു ഭാര്യയെ അറിയിക്കുകയും നബിക്ക് അള്ളാഹു അത് വെളിപ്പെടുത്തി കൊടുക്കുകയും ചെയ്തപ്പോൾ അതിന്റെ ചില ഭാഗം അദ്ദേഹം ആദ്യ ഭാര്യയ്ക്ക് അറിയിച്ചു കൊടുക്കുകയും ചില ഭാഗം വിട്ടുകളയുകയും ചെയ്തു. അങ്ങനെ ആ ഭാര്യയോട് അദ്ദേഹം അതിനെപ്പറ്റി വിവരം അറിയിച്ചപ്പോൾ അവൾ പറഞ്ഞു, താങ്കൾക്ക് ആരാണ് ഈ വിവരം അറിയിച്ചു തന്നത്? നബി പറഞ്ഞു, സർവജ്ഞനും സൂക്ഷ്മജ്ഞാനിയുമായ അള്ളാഹുവാണ് എനിക്ക് വിവരം അറിയിച്ചു തന്നത്. ഇത് ഖുർആനിൽ പറയാം. ഒരു ഭാര്യ വേറൊരു ഭാര്യനെ പറ്റി മൂന്നാമത്തെ ഒരു ഭാര്യനോട് എന്തോ പറഞ്ഞപ്പോ ആ കാര്യം ഒന്നാമത്തെ ഭാര്യനോട് പറയാതെ തന്നെ ഒന്നാമത്തെ ഭാര്യ അറിഞ്ഞപ്പോ അത് അവര് നബിയോട് പറഞ്ഞപ്പോ ആരാണ് പറഞ്ഞതെന്ന് ചോദിച്ചപ്പോ അള്ളാഹ് പറഞ്ഞു തന്നു എന്ന് പറഞ്ഞു എന്നൊക്കെ അള്ളാഹ് ഖുർആനിൽ നമ്മളോട് പറഞ്ഞു. എന്താ സന്ദർഭം ഇതും പറയുന്നുണ്ട്. ഇതാണ് സന്ദർഭം. ഇവിടെ ആ സന്ദർഭം തന്നെയാണ് ഈ സംഭവം, നേരത്തെ പറഞ്ഞ സംഭവവുമായി ബന്ധപ്പെട്ട് ഭാര്യമാർക്കിടയിൽ വഴക്കുണ്ടാവുകയും
ഇത് ആയിഷയോട് പറയരുത് എന്നാണ് നബി ആവശ്യപ്പെടുന്നത്. ഇതാ, the prophet decided not to go to his wives from a month. He stayed away from them 29 days. എല്ലാ ഭാര്യമാരിൽ നിന്നും ഒരു മാസത്തേക്ക് അദ്ദേഹം പിണങ്ങി അകന്നു നിന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ 29ാമത്തെ ദിവസം ഈ ആയത്ത് ഇറങ്ങിയതിന് ശേഷമാണ് പിന്നെ ഭാര്യമാരുമായിട്ട് ബന്ധപ്പെടാൻ തുടങ്ങിയത് എന്നാണ് പറയുന്നത്. അതിന്റെ ഇടയ്ക്ക് ആയിഷനോട് ഇത് പറയരുത് എന്നാണ് നബി ഹഫ്സനോട് പറഞ്ഞത്. പക്ഷെ ഹഫ്സ അപ്പം തന്നെ പോയിട്ട് ആയിഷനോട് പറഞ്ഞു. അങ്ങനെ ആയിഷ ചൂടായി, അങ്ങനെ ഇവർ തമ്മിൽ വഴക്കായി. ഈ വഴക്കിന്റെ ഇടയിലാണ് നബി ഒരു മാസം ഭാര്യമാരോട് പിണങ്ങി നിൽക്കുന്നതും. അപ്പോഴാണ് ഉമ്മർ ഇവരെല്ലാരും കാര്യം തീർക്കണം, എന്നാലും അള്ളാഹ് എനിക്ക് വേറെ കെട്ടിച്ചേരുമെന്ന് നബീനോട് പറയുന്നു. പറഞ്ഞപ്പോഴേക്കും അള്ളാഹ് അതേ ആയത്ത് ഇറക്കുന്നു. ഇതൊക്കെ സംഭവം ഉണ്ടായത് ഈ ഒരു സംഭവമായിട്ട് ബന്ധപ്പെട്ടു. പിന്നെ നിങ്ങൾ രണ്ടുപേരും അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച്, ഇതൊക്കെ പ്രവാചക പത്നിമാരെ നിങ്ങളെ അദ്ദേഹം വിവാഹമോചനം ചെയ്യുന്ന പക്ഷം നിങ്ങളെക്കാൾ നല്ലവരായ ഭാര്യമാർ അദ്ദേഹത്തിന്റെ രക്ഷിതാവ് പകരം നൽകിയേക്കാം. ഇത് ഉമ്മർ പറഞ്ഞതാ. ഉമ്മർ പറഞ്ഞത് കേട്ടിട്ട് അള്ളാഹ് പറഞ്ഞതാ. മുസ്ലിങ്ങളും സത്യവിശ്വാസികളും ഭയഭക്തിയുള്ളവരും പശ്ചാത്താപമുള്ളവരും ആരാധനാനിരതരും വ്രതമനുഷ്ഠിക്കുന്നവരും കന്യകളുമായ സ്ത്രീകളും എന്നൊക്കെ. അപ്പോ നിങ്ങളെ മുഴുവൻ കാര്യം തീർത്തിട്ട് അള്ളാഹു വേറെ പെണ്ണ് കെട്ടിച്ചു കൊടുക്കുമെന്ന് ഉമ്മർ പറഞ്ഞപ്പോ അള്ളാഹു അത് ഏറ്റുപറഞ്ഞതാണ് ഈ ആയത്ത്. ഇതെല്ലാം ഭാര്യമാർക്കിടയിലെ വഴക്കുണ്ടായ സന്ദർഭവുമായി ബന്ധപ്പെട്ടിട്ട് വന്നിട്ടുള്ള സംഗതികൾ. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക, മദീനയിലെ അള്ളാഹുവിന്റെ പ്രധാനപ്പെട്ട ഒരു ജോലി മുഹമ്മദ് നബിയുടെ വീട്ടില് അദ്ദേഹത്തിന്റെ പത്നിമാർക്കിടയിലുണ്ടായിരുന്ന സൗന്ദര്യപ്പിണക്കവും വക്കാണവും ഒക്കെ തീർക്കാൻ ആയത്തിറക്കലായിരുന്നു. മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നത് പോലെ പ്രപഞ്ച സൃഷ്ടിക്ക് മുമ്പേ തയ്യാറാക്കി വെച്ച ലോകാവസാനം വരേക്കുള്ള മനുഷ്യർക്ക് മാർഗദർശനം നൽകാൻ ഇറക്കിയിട്ടുള്ള ഒരു മഹത്തായ ഗ്രന്ഥമാണിതെങ്കിൽ ഈ വഴക്കിനും വക്കാണത്തിന്റെ ഇടയിൽ ഇറങ്ങിയ ആയത്തുകൾക്ക് ഇന്ന് എന്ത് പ്രസക്തിയാണുള്ളത്? ഇത് നബിയുടെ ഭാര്യമാരെ മാത്രം ബാധിക്കുന്ന കാര്യങ്ങളാണ്. എന്തിനാണ് നമ്മളോട് ഇത് പറയുന്നത്? ഇനി നബിയുടെ ഭാര്യമാരോട് പറയുന്ന കാര്യങ്ങൾ ഒരുപാടുണ്ട് ഖുർആനിൽ. എന്തിനാ നമ്മളോടത് പറയുന്നത്? അതൊക്കെ അന്ന് സ്വകാര്യമായി പറഞ്ഞ് അവിടെ തീർത്താ പോരായിരുന്നോ? നമ്മൾ എന്തിനാ ഇന്ന് ഇതൊക്കെ ഓതുന്നത്? അന്ന് ജിബ്രീൽ ആയത്ത് കൊണ്ടുവന്നാൽ തന്നെ പല ആയത്തുകളും കൊണ്ടുവന്നത് ഖുർആനിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അങ്ങനെ ഉൾപ്പെടുത്താതെ ഒഴിവാക്കാമായിരുന്നു.